നമസ്കാരം. സംസ്ഥാന അവാർഡ് 10 അവാർഡാണ് മഞ്ഞുമേൽ ബോയ്സിന് കിട്ടിയേക്കാം. എന്താണ് സൗകര്യം തോന്നുന്നത്? വളരെയധികം സന്തോഷം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയധികം അവാർഡ് കിട്ടണം. സന്തോഷം കൂടി എന്താ പറയേണ്ടതെന്ന് അറിയില്ല. വളരെയധികം സന്തോഷം. എനിക്ക് തോന്നുന്നു നമ്മൾ ഭയങ്കര പ്രതിസന്ധികളിലൂടെ പോകുന്ന സമയത്ത് ഈ അവാർഡ് ഉള്ളെങ്കിലേക്ക് കിട്ടുമ്പോഴുള്ള സന്തോഷം അതിനും അപ്പുറത്തേക്കാണല്ലേ? അതെ, ഒരു എന്താ പറയുക, ഒരു ക്യാറ്റഗറിടക്കം എന്ന് പറയുന്ന പോലെ തന്നെ ഇത് വളരെയധികം നമ്മളെ മനസ്സിനെ എല്ലാ രീതിയിലും സന്തോഷം തോന്നിപ്പിക്കുന്ന വലിയൊരു മുഹൂർത്തമാണ്. കാരണം ഇത്രയധികം കാറ്റഗറിയിൽ മഞ്ജു ബോയ്സ് കിട്ടുമ്പോൾ കൂടുതൽ സന്തോഷം തോന്നും. അല്ല, ഇനിയുള്ള ഒരു യാത്രയും അങ്ങനെ തന്നെയല്ലേ? നമുക്കൊരു സഹനടൻ എന്ന് പറയുമ്പോൾ നിസ്സാരമല്ല, എത്രയോ മഹാന്മാർ മേടിച്ച ഒരു അവാർഡാണ് സൗബിനിക്കയുടെ കയ്യിലേക്ക് സർക്കാർ. എനിക്കത് ആ സഹനടനുള്ള അവാർഡ് എനിക്ക് വളരെ സന്തോഷം വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിയൽ ലൈഫിലുള്ള കുട്ടിയേട്ടനാണ്, ശരിക്കുള്ള റിയൽ ലൈഫിലെ കുട്ടിയേട്ടനാണ് ഈ സമയത്ത് ഞാൻ ആലോചിക്കുന്നത്. കാരണം അത് ആ അവാർഡ് ശരിക്കും ഞാൻ അദ്ദേഹത്തിന് ഉള്ളതാണ്. അത് കാരണം അദ്ദേഹം നമ്മൾ ഷൂട്ടിന് അങ്ങനെ റോക്കിൽ അങ്ങനെ ആണ് ചെയ്തെങ്കിൽ പോലും അദ്ദേഹം ചെയ്തിരിക്കുന്ന റിയൽ കാര്യങ്ങളാണ് ഇപ്പോൾ മനസ്സിൽ കൂടുതൽ ഓർമ്മ വരുന്നത്. ആ ചേട്ടനാണെങ്കിലും ഷൈജുവാണെങ്കിലും എല്ലാ ടീം വർക്കിനും ഈ അംഗീകാരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു സിനിമയിൽ ജനങ്ങളും ഈ അവാർഡ് തന്നു കഴിഞ്ഞാണ്. മഞ്ഞുമേൽ ബോയ്സും ജനങ്ങളൊരു അവാർഡ് ആദ്യം പ്രഖ്യാപിച്ചാണ്. അത്രമാത്രം സിനിമ ഓടിയ ഒരു സിനിമയാണ് അത്. കേരളത്തിൽ മാത്രമല്ല, എല്ലാ ലാംഗ്വേജിലും ഇരുകയുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഈ അവാർഡ് കൊടുക്കേണ്ടതായിട്ട് വരും സൗബിനിക്ക, അല്ലേ? എനിക്ക് എന്താ പറയില്ല, പറയാൻ പറ്റുന്നില്ല. വളരെയധികം സന്തോഷം. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്താ പറയുന്നത് അറിയില്ല. പാപ്പച്ചി എന്ത് പറഞ്ഞു? പാപ്പ ഇപ്പോൾ വിളിച്ച് വെച്ചോളൂ. വളരെ സന്തോഷം. എവിടെയാ? പാപ്പ വീട്ടിലുണ്ട്. അങ്ങോട്ട് പോകാൻ നിൽക്കുന്നു. ഉമ്മയെ വിളിച്ച് വെച്ചോളൂ. ഭയങ്കര സന്തോഷം. നേരിട്ട് രണ്ടു കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് അതൊക്കെ വേണം. പക്ഷെ ഞാൻ ഉച്ചയ്ക്കൊന്ന് വിളിച്ചായിരുന്നു സൗബിനിക്കാനെ. ഉച്ചയ്ക്ക് വിളിച്ചപ്പം എനിക്കൊരു ഒരു ഒരു ഉറപ്പായിരുന്നു സൗബിനിക്കാക്ക് ഒരു അവാർഡ് ഉണ്ടെന്ന്. ഞാൻ വിളിച്ചപ്പോൾ എന്നാ തോന്നി? വിളിച്ചപ്പോൾ തന്നെ ഞാൻ പേടിച്ച് എന്താണോ അവാർഡാണോ വല്ല വാർത്തയാണോ ഇപ്പം അങ്ങനെയുള്ള കൂടുതലും. അപ്പോൾ അതുകൊണ്ട് അവാർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്തായാലും പ്രതീക്ഷ ഉണ്ടെന്ന് എതിർക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു മൂഡിലിങ്ങനെ ഇരിക്കണമായിരുന്നു. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇത്ര അവാർഡുകളും പ്രതീക്ഷിച്ചില്ല. മഞ്ഞുമേൽ ബോയ്സിന് അവാർഡ് ഉണ്ടാവും. അവാർഡ് കിട്ടണമെന്നുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഫിലിമിനും ആണെങ്കിലും സിദ്ധുവിനാണെങ്കിലൊക്കെ, ഷൈജുവിനാണെങ്കിലും അജയേട്ടനാണെങ്കിലും വിവേക്, അങ്ങനെയുള്ള എല്ലാവരും കിട്ടണമെന്നുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത്രയധികം കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചു. പക്ഷേ മലയാള സിനിമയ്ക്ക് ഇത്രമാത്രം, എൻ്റെ ഒരു അറിവിലാവട്ടെ, ഇത്രയും അവാർഡുകൾ കിട്ടിയ സിനിമകൾ ഇതിന് മുമ്പുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത്ര അവാർഡുകൾ അറിയില്ല. 10ഓളം അവാർഡുകൾ ഒരേ സമയത്ത് കിട്ടുന്ന എൻ്റെ ഒരു അറിവില്ലായ്മയാണെന്നല്ല, എൻ്റെ അറിവിൽ കുറവാണ്. അത് മഞ്ഞുമേൽ ബോയ്സിനാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് വളരെയധികം സന്തോഷം. അത് കേൾക്കാൻ തന്നെ ഭയങ്കര സന്തോഷമാണല്ലോ. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും എന്താ പറയുക, ഞങ്ങളെ ഈ ടീം വർക്കിനാണെങ്കിലും മഞ്ഞുമേൽ ബോയ്സിൽ ഇത്രയധികം ഇഷ്ടപ്പെട്ട് ഇത്രയധികം അവാർഡ് ലഭിച്ചതിലുള്ള സന്തോഷം നിങ്ങൾക്ക് എല്ലാവരും കൂടി ഉള്ളതാണ്. വളരെയധികം സന്തോഷം. അപ്പോൾ ഒത്തിരി സന്തോഷം. ഇനിയും ഒത്തിരി അവാർഡുകളും ഒത്തിരി സിനിമകളുമായിട്ട് നല്ല പ്രൊഡക്ഷനായിട്ടും ഒക്കെ മുന്നോട്ട് വരിക. ഒരു സ്ഥലത്തും തളരുന്നില്ല. നമ്മൾ തളരുകയല്ല, നമ്മൾ യാത്ര ചെയ്യുകയാണെന്നുള്ള തെളിയിച്ചിരിക്കുകയാണ് ഈ അവാർഡ് കേട്ടോ. ഒത്തിരി സന്തോഷം. താങ്ക് യു. ഒരു ചെറിയ കാര്യം പറയട്ടെ. ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI. ചെറുതിൻ്റെ പവർ.